അങ്ങനത്തെ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടാ. ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ പോണേണ്. ഞാൻ മാത്രമല്ല, നമ്മുടെ പിള്ളേരും. ഈ ഡ്യൂട്ടി ഫ്രീ എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തത് അകത്തോട്ട് കയറിയപ്പോൾ കണ്ട ഒരു ലോഗോ ഇട്ടത്. മദ്യമൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ സ്റ്റൈല് കുപ്പിയുണ്ട് എല്ലാം അവിടെ ഉണ്ട്. പിന്നെ പല പല ഐറ്റംസും ചോക്ലേറ്റ്സും എല്ലാം കണ്ട്. ഇവിടെ നിന്നായിരിക്കുമല്ലോ ഓരോ ആൾക്കാരൊക്കെ മേടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലോട്ടൊക്കെ വരണത്. കയറാൻ പോണേണ്. അപ്പം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതേ ഞങ്ങൾ കയറാൻ പോണ്. ഫ്ലൈറ്റ് കാണില്ല. ഉള്ളിലേക്കൂടി നടന്നു നേരെ നമ്മിൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നത്. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇടക്ക് വേണ്ട, പിന്നെ നമുക്ക് ഫ്ലൈറ്റ് കാണാൻ പറ്റൂല. ഇതും കണ്ട കേറേണ്ട. ഓക്കെ, അല്ലത് ആലോചിച്ച് കയറി. നടന്നോ? എങ്ങനെയുണ്ട്? അയ്യോ, എനിക്കെന്തോ നടക്ക് നടക്ക്. ഒരു എയർ ഹോസ്റ്റസ് വന്ന് ഞങ്ങളുടെ ബോർഡിംഗ് പാസ് മേടിച്ച് ഞങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടേ ഇരുത്തിയേട്ടാ. അപ്പൊ നോക്കുമ്പോ ചേട്ടൻ വേറെ സ്ഥലത്ത്, ഞങ്ങൾ രണ്ടുപേരും വേറെ സ്ഥലത്ത്. പിന്നെ ചേട്ടൻ എങ്ങനെയോ പറഞ്ഞ് സംസാരിച്ച് ഒപ്പം ഇരുന്നിട്ടാ. അങ്ങനെ പ്ലെയിനിലോട്ട് കയറി. അമ്മാമ്മ സീറ്റ് ബെൽറ്റ് ഇട്ടതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അതേപോലെ ഞാനും ഇട്ട്. അതേപോലെ ഐറേനെ കുരുക്കാനായിട്ട് ഐറക്ക് ഒരു സീറ്റ് ബെൽറ്റ് തന്നിട്ടുണ്ടായിരുന്നിട്ടാ. അത് കയ്യിൽ കൂടെ കുരുക്കാനാണ് പറഞ്ഞത്. പക്ഷെ എനിക്കത് കംഫർട്ടായില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സീറ്റ് ബെൽറ്റിൽ കൂടെ കുരുക്കി തന്നെ ഇട്ട്. ഏടന് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയേട്ടാ. അത് കഴിഞ്ഞപ്പോൾ എയർ ഹോസ്റ്റസ്മാരൊക്കെ വന്നിട്ട് നമുക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കണായിരുന്നു. അങ്ങനെ നമ്മുടെ പ്ലെയിൻ നീങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഏടനതൊക്കെ ക്യൂരിയോസിറ്റിയോട് കൂടെ കണ്ട് ആസ്വദിക്കണേണ്, അനങ്ങണതും എല്ലാം. ഒരു ഓട്ടോറിക്ഷയുടെ സ്പീഡിലായിരുന്നിട്ട് ആദ്യം ഈ പ്ലെയിൻ പോയത്. പിന്നെ അതങ്ങോട്ട് മാറി തുടങ്ങി. ഒറ്റ പോക്കായിരുന്നു. കുറച്ചു നേരത്തേക്ക് എനിക്ക് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. പേടിച്ച് ചെവിയൊക്കെ അടഞ്ഞ് ആകെ സീനായി. പിന്നെ 4 മണിക്കൂറത്തെ യാത്രയും കഴിഞ്ഞ് ഞങ്ങൾ വെളുപ്പിന് മലേഷ്യയിൽ എത്തിയേട്ടാ. അപ്പോൾ അതേ വെളുപ്പിനുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഫുള്ള് ലൈറ്റൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങാറായപ്പോഴേക്കും സൂര്യനൊക്കെ പൊന്തി അത്യാവശ്യം വെട്ടമൊക്കെ ആയി വരുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള സമയത്തിനേക്കാളും 2.5 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. ഈ പുള്ളിയായിരുന്നിട്ടാ നമ്മുടെ പൈലറ്റ്. അങ്ങനെ പുറത്തിറങ്ങി ഞങ്ങൾ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയേട്ടാ. ആ ചേട്ടൻ ഗൈഡാണ്. പുള്ളി ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ലട്ടെ എന്നെ ആകർഷിച്ചത്. പുറത്തെ കാഴ്ചകളും അതേപോലെ തന്നെ അവിടുത്തെ വൃത്തിയും വെടിപ്പും. എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട് എല്ലാ സ്ഥലവും. ഈ പാലത്തുമ്പോൾ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു മോസ്ക് കാണാട്ടാ. പുത്രജയ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ അടുത്തത് അങ്ങോട്ടാണ് പോകാൻ പോണത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റാ.